നമസ്കാരം. ജെഇ 2024 ഫേസ് 1 29th ജനുവരി ഷിഫ്റ്റ് 1-ലെ 4ാമത്തെ ക്വസ്റ്റ്യൻ കെമിസ്ട്രി ചോദിക്കുന്നത് ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ ആക്ച്വൽ സ്ട്രക്ചർ ആൻഡ് ലോവസ്റ്റ് എനർജി റെസണൻസ് സ്ട്രക്ചർ ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്. ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആണ്. റെസണൻസിനെ പറ്റി പഠിപ്പിക്കുന്ന ഭാഗം തുടങ്ങുന്നത് കെമിക്കൽ ബോണ്ടിങ് ആണ്. ഫസ്റ്റ് ഇയറിലെ 4ാമത്തെ ചാപ്റ്റർ. അതിൽ ഒരു മോളിക്കൂൾ ഒന്നിലധികം സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫിനോമിനയാണല്ലോ റെസണൻസ്. ഒരു മോളിക്കൂൾ കാണിക്കുന്ന എല്ലാ ഒബ്സർവ്ഡ് പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ലെവി സ്ട്രക്ചറിനെ കൊണ്ട് സാധിക്കാതെ വരുമ്പോൾ വി ക്യാൻ ആർഗ്യൂ ദാറ്റ് മോളിക്യൂൾ ക്യാൻ എക്സിസ്റ്റ് ഇൻ മോർ ദാൻ വൺ സ്ട്രക്ചർ. ഓക്കെ, ദിസ് ഫിനോമിന ഓഫ് എക്സിസ്റ്റിംഗ് ദ മോളിക്യൂൾ ഇൻ മോർ ദാൻ വൺ സ്ട്രക്ചർ ഈസ് കോൾഡ് റെസണൻസ് അല്ലേ. അതിൽ എഴുതുന്ന ഓരോ സ്ട്രക്ചറുകളിലും നമ്മൾ റെസണേറ്റിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ കാനോണിക്കൽ സ്ട്രക്ചർ എന്നല്ലേ പറയാം. ഓക്കെ, ഇവ തമ്മിൽ ചെറിയ എനർജി ഡിഫറൻസുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് എനർജി ഉള്ള കാനോണിക്കൽ സ്ട്രക്ചറിൻ്റെയും യഥാർത്ഥ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഈ കാനോണിക്കൽ സ്ട്രക്ചർ എല്ലാം കൂടെ കൂടിച്ചേർന്ന് കിട്ടുന്നതല്ലേ യഥാർത്ഥ മോളിക്യൂൾ. ആ യഥാർത്ഥ മോളിക്യൂളിൻ്റെ എനർജിയും ഏറ്റവും കുറവ് എനർജിയുള്ള കാനോണിക്കൽ ഫോമും അതിൻ്റെ എനർജിയും ഇവ തമ്മിലുള്ള വ്യത്യാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് റെസണൻസ് എനർജി. ഓക്കെ, ആ ഡിഫറൻസിനെയാണ് വിളിക്കുന്ന പേര് കേട്ടോ. ആക്ച്വൽ മോളിക്യൂളിൻ്റെ എനർജിയും ഏറ്റവും കുറവ് എനർജിയുള്ള കാനോണിക്കൽ ഫോമിൻ്റെ എനർജിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റെസണൻസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.